ഹായ് ഓ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫുട്ബോളിലെ വളരെ ടാക്റ്റിക്കലും രസകരവുമായ പ്ലേ സ്റ്റൈലായ പൊസഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഗെയിമിനെ ഫുൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഷോർട്ട് പാസസ് കൊണ്ട് ഗെയിം ബിൽഡപ്പ് ചെയ്യാനും ഒപ്പോണൻസിനെ ബീറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി പ്ലേ സ്റ്റൈലാണ് പൊസഷൻ ഗെയിമിൻ്റേത്. പൊസഷൻ ഗെയിമിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുകളിൽ ഒന്നാണ് ശരിയായ മാനേജറിനെ സെലക്ട് ചെയ്യുന്നത്. ഈ മാനേജേഴ്സിന് ബോൾ പൊസഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഗെയിമിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റീസ് ഉണ്ടാകും. പൊസഷനിൽ ഹൈ സ്റ്റാറ്റ്സ് ഉള്ള മാനേജേഴ്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ കുറച്ച് പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ കുറച്ച് മാനേജേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെപ് ഗാർഡിയോള, സിനഡീൻ സിഡാൻ, ഫ്യൂവൻറ്റെ, പിന്നെ റൈക്കാർഡ് പോലുള്ള റീസെൻ്റ് വന്നിട്ടുള്ള മാനേജർ പാക്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പൊസഷൻ ഗെയിമിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ഫോർമേഷനുകൾ. സോ ഈ ഒരു ഗെയിം പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ചില ഫോർമേഷനുകളുണ്ട്. സോ അതിലൊരു ടോപ്പ് 3 ഫോർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ്ലി നമ്മൾ ഡൈനാമിക് പാസിംഗ് ഫോർമേഷനായ 4-3-3 എന്ന ഫോർമേഷനാണ്. സെക്കൻഡ്ലി നമുക്ക് മിഡ്ഫീൽഡ് കൺട്രോൾ ഫോർമേഷനായ 4-1-4-1 എന്ന ഫോർമേഷനും, പിന്നെ തേർഡ്ലി നമുക്ക് ഡിഫെൻസീവ് സെക്യൂരിറ്റി ഫോർമേഷനായ 4-2-3-1 എന്ന ഫോർമേഷൻ. ഈ ഫോർമേഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് തന്നെയാണ് ഗെയിം മുന്നോട്ട് കളിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പൊസഷൻ ഗെയിമിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ബോൾ കൺട്രോൾ അഥവാ പാസിംഗ് എന്നുള്ളത്. പൊസഷൻ ഗെയിമിലെ ഹാർട്ട് എന്ന് പറയുന്നത് ബോൾ കൺട്രോളിംഗ് ആണ്. സോ നമ്മുടെ പ്ലേയേഴ്സിന് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ബോൾ കൺട്രോളിംഗ് എബിലിറ്റീസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവർക്കത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ബോൾ പൊസിഷൻ നമുക്ക് എത്രത്തോളം കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമുക്ക് അത്രത്തോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്ലേയേഴ്സ് തമ്മിൽ എപ്പോഴും നമ്മൾ പാസിങ്ങിൻ്റെ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ കൊച്ചു പാസസ് കൊടുത്തുകൊണ്ട് നമുക്കൊരു ഗെയിം മെല്ലെ ബിൽഡപ്പ് ചെയ്ത് ഒരു സ്ട്രൈക്കേഴ്സിനെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗെയിം മെല്ലെ ബിൽഡപ്പ് ചെയ്ത് പോവുക. അതാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം സ്റ്റൈലിൻ്റെ പ്രത്യേകത. പിന്നെ പ്ലേയേഴ്സിന് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് ചെക്ക് ചെയ്യുക. പ്ലേയേഴ്സിന് അത്യാവശ്യം വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് 1 ടച്ച് പാസ്, ത്രൂ പാസ്, വെയ്റ്റഡ് പാസ്, ഇതുപോലുള്ള സ്കിൽസ് പ്രൈമറി മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണ്ടിയ സ്കിൽസാണ്. എന്നാൽ ചില പ്ലേയേഴ്സിന് നമുക്ക് എക്സ്ട്രാ ഡീസൻറ്റ് സ്കിൽസായ ഫിനോമിനൽ പാസ്, വിഷണറി പാസ് ഇതുപോലുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊസഷൻ ഗെയിമിൽ നിന്ന് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. പൊസഷൻ ഗെയിമിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളിക്കുന്ന ആൾക്ക് നല്ല ക്ഷമ വേണം. കാരണം നമ്മൾ മറ്റുള്ള പ്ലേ സ്റ്റൈൽസ് പോലെ ലോങ് പാസസോ അല്ലെങ്കിൽ ലോങ് ത്രൂസ് കൊടുത്തു കഴിഞ്ഞാലൊന്നും നമുക്ക് അത്ര സക്സസ്ഫുൾ ആവാറില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ പ്ലേ സ്റ്റൈലിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഷോർട്ട് പാസസ് കൊണ്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. കാരണം എപ്പോഴും പ്ലേയേഴ്സ് തമ്മിൽ ഷോർട്ട് പാസസ് കൊടുത്തേ കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മെല്ലെ ബിൽഡ് ചെയ്ത് മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ പ്ലേ സ്റ്റൈൽ കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഒരിക്കലും ലോങ് ത്രൂ ബോൾസോ അല്ലെങ്കിൽ ലോങ് പാസസിലോ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. സോ ഷോർട്ട് പാസസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിമിലേക്ക് നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. പൊസഷൻ ഗെയിമിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെയാണ് നമ്മൾ മിഡിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ മിഡ്ഫീൽഡ് ഡോമിനൻസി കാണിക്കുന്ന ഒരു പ്ലേ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മിഡ്ഫീൽഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ക്രൂഷ്യലായിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ്. സോ നമ്മൾ എപ്പോഴും ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെ ടീമിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്കൊരു ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ സ്നൈഡർ പോലുള്ള പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും. പിന്നെ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ റൈസ് പോലുള്ള പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ നമുക്ക് റോഡ്രിയോ, കെസമീരോ അതുപോലെയുള്ള പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മിഡിൽ നല്ല രീതിക്ക് ഡോമിനൻസി കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പർട്ടിക്കുലർ ട്രയോ എന്നുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ അൺടിൽ ദെൻ അടുത്ത വീഡിയോ കാണും വരെ ബൈ.